സീസൺ 6 ആരെങ്കിലും ഈ ഒരു പ്രണയം ചിന്തിച്ചോ ഗൈസ്? രഹസ്യമേ ഇല്ലാത്ത ഗ്യാപ്പിൽ ഗോൾ അടിക്കുകയാണോ ഇത് എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അഫിയെ വളച്ചത് ഇത് കാണിച്ചാണോ അഫിയെ വളച്ചത്? ഇതിലൂടെ ഈ റീല് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അഫി മിക്കവാറും ഇതിൽ വളയുമെന്നുള്ള കാര്യം. ഗൈസ്, അവന് സൗന്ദര്യം മാത്രമേ ഉള്ളൂ ഗൈസ്. മോനെ നിനക്ക് എന്തോ പറ്റിയടാ, എന്തോ പറ്റി? ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നത്തെ വിഷയം, ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഒരു നല്ല കാര്യം കണ്ടു ഗൈസ്. വേറെ ഒന്നുമല്ല, സത്യം പറഞ്ഞാൽ എന്റെ കണ്ണിങ്ങനെ തള്ളിങ്ങനെ ബൾബ് പോലെ കത്തി ഇങ്ങനെ തെള്ളിപ്പോയി ആ സാധനം കണ്ടിട്ട്. ഇപ്പത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഗൈസ്. 2025 കാലം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ച് വൈറലാക്കാൻ നടക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ഗൈസ് നമ്മൾ ചുറ്റും കാണുന്നത്. എന്ത് കാര്യം കാണിച്ചാലും നാല് കോപ്രായം കാണിച്ച് എങ്ങനെങ്കിലും ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ആൾക്കാർ. അന്നേരം ഈ ഒരു വീഡിയോ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയാം. എന്നിരുന്നാലും നിങ്ങൾ ഇരുന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്നിരുന്നാലും ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായി കാണുമല്ലോ ഗൈസ്. അപ്പൊ ആദ്യം നമുക്കൊരു കാര്യം കണ്ടിട്ട് വരാം. യുവമിഥുനങ്ങളെ പോലെ വരുന്ന 2 പേർ ഗൈസ്. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതാണ് ചർച്ച. കഴിഞ്ഞ വർഷം സിജോയുടെ കല്യാണത്തിന്, അതായത് ബിഗ് ബോസ് തര സിജോയുടെ വിവാഹത്തിന് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു അഭിയോടും നമ്മുടെ ജാൻമണിയോടും വിവാഹത്തെ കുറിച്ച് ആൾക്കാർ ചോദിക്കാനിടയായി. കാരണം അവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കാനിടയായി. അന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ, ചിലപ്പം ഒരു ജസ്റ്റ് ജോക്ക് എന്ന രീതിയിലൊക്കെ അങ്ങ് പോവായിരിക്കും. എന്താണിത് മനസ്സിലാവുന്നില്ല, ഇനി എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇത് ജസ്റ്റ് ചുമ്മാ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷെ അത് സത്യമാണെങ്കിൽ അന്ന് ഇവര് മീഡിയാസിന് മുമ്പിൽ പറഞ്ഞ ഒരു ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. അത് കുറച്ച് ഡിലേ ആയി. നമ്മൾ ജനുവരി 1st ചെയ്യാന്ന് വിചാരിച്ചത്. ഒരു 10th ആയിട്ട് മുതലേ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന 2 യുവമിഥുനങ്ങളാണ് ഗൈസ്. അപ്പൊ ഇപ്പോൾ അവരുടെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ്. ഇനി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണോ ഇത് കാണിച്ചു വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും ഇപ്പോ ഈ ഒരു കാര്യമാണ് വൈറൽ. ബിഗ് ബോസിൽ നിന്ന് അഭിക്ക് കപ്പ് കിട്ടിയില്ലേലും അതിനെക്കാട്ടി വലിയൊരു കാര്യമാണ് അവന്റെ ആ ഒരു ജാൻമണിയുടെ ഒഫീഷ്യൽ അക്കൗണ്ട് ഈ വിവാഹത്തെ കുറിച്ചുള്ള ഈ ഒരു സാധനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ എന്താണ് 11 മില്യൺ കഴിഞ്ഞിട്ടുണ്ട് ആക്ച്വലി ആ വീഡിയോ. അതിന്റെ താഴെ വരുന്ന കമന്റ് എന്റെ പൊന്നതല്ലോ പെറ്റതള്ള സഹിക്കത്തില്ല. ആരും കയറി കമന്റ് നോക്കരുതേ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടവർക്കറിയാം. അത്രത്തോളം പ്രേക്ഷകർ നല്ല കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഗൈസ് ആ ഒരു കാര്യം. ജാൻമണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അഭിയം കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും എന്റെ പൊന്നുമോനെ നിനക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നൊരു എനിക്ക് തോന്നിപ്പോന്നു. അവൻ എനിക്ക് കാശ് കണ്ട് വീണതാണോ? എനിക്കറിയില്ല. എന്തുപോലും അവനെ വീഴ്ത്തിയത് ഈ ഒരു സാധനം കണ്ടപ്പോ എനിക്ക് ഉറപ്പായിട്ട് തോന്നി ഇതിലൂടെ അവൻ വീണതാണ് ഗൈസ്. ഈ ഒരു സാധനം അവൻ ഇറങ്ങിയപ്പോഴേ എനിക്ക് തോന്നി എന്തുവായാലും അവനെ വീഴ്ത്തു എന്നുള്ള കാര്യം. എന്തുപോലെ അവൻ വീണു എന്താണ് രണ്ടുപേരും അറിയുന്നില്ല. ജാൻമണിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അഭിക്ക് എല്ലാ രീതിയിലും കരിയർ ഗ്രോത്ത്, അതിന് വേണ്ടിയിട്ടാണ് റണസുനയുടെ വാല് നമ്മുടെ പ്രതീക്ഷ നടക്കുന്നത് പോലെ തന്നെ ഇപ്പൊ പ്രതീക്ഷയൊക്കെയാണ് അപേക്ഷിക്കുകയാണ് സോഷ്യൽ മീഡിയ കരുത്. എന്റെ രണസുന ഇപ്പൊ ഇല്ല, എന്താണ് വൈറലാവാൻ കണ്ടന്റ് ഒന്നും ഇല്ലെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും അങ്ങോട്ട് കേൾക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി അതാണോ പറഞ്ഞത് ജാൻമണിയുടെ വാല ഇങ്ങനെ നടക്കുകയാണോ എനിക്കറിയത്തില്ല. ഇവർ രണ്ടുപേരും അവസാനം എന്താണ് നമുക്ക് വസ്ത്രം മാറിയിരുന്ന പോലാണോ 2025 അല്ലെങ്കിൽ ജാൻമണിയെ സംബന്ധിച്ചിടത്തോളം ജാൻമണിക്ക് എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സ് മാറിയിരുന്ന പോലാന്ന് തോന്നുന്നു. വിവാഹ ബന്ധങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു. ഒരു പ്രത്യേകത ഇവരെന്തോ ചിന്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരോട് വന്ന് പറയുന്ന കുറച്ച് കാര്യമൊന്ന് കേട്ടിട്ട് വരാം. ഒരുപാട് കാലം ആഗ്രഹിച്ചാണോ ഇങ്ങനെ ഒരു ഫോട്ടോ? സത്യം അല്ലേ അഭിഷേക് പറയൂ, ഞാൻ എന്താ പറയാ. ഒരുപാട് ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു മുമ്പ്, നിങ്ങൾ ഒരുമിച്ചാണ് ലിവിംഗ് ടുഗദർ ആണെന്നൊക്കെ. സത്യമായിരുന്നു? ഗോസിപ്സിന്റെ ഒക്കെ ഒരു ഉത്തരമാണ്. ഇല്ല, ഗോസിപ്സ് ആൻസർ ഇസ് ദിസ് ഓൾസോ. എന്തായാലും കാത്തിരുന്ന സ്വപ്നം സഫലമായ തിളക്കമാണ് ഗൈസ്. രണ്ടുപേരുടെയും കണ്ണിൽ അറിയില്ല, മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും എവിടെ വരെ അവസാനിക്കുന്നു. ഇവരൊക്കെ കാശുള്ള ആൾക്കാരാണ്. പിന്നെ പേരും പ്രശസ്തിക്കും വേണ്ടി പല കോപ്രായങ്ങളും കാണുന്ന ഈ 2025 കാലഘട്ടത്തിൽ ഈ ഒരു കാര്യത്തെയൊക്കെ ജസ്റ്റ് ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ജസ്റ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമേ ഗൈസ് ഞാൻ ഈ ഒരു കാര്യത്തെ കാണുന്നുള്ളൂ. ഇപ്പൊ നാളെ വന്ന് അവർ പറയുകയാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു സാധനം അഭിനയിച്ചതാണ് ഗൈസ്, അഭിനയിച്ചതാണ്. നിങ്ങൾ എന്തിനാണത് കാര്യമായിട്ടെടുത്ത്? നിങ്ങൾ അഭിനയിച്ചതാണ് ഗൈസ്. രണസുനെ ഇപ്പൊ കണ്ടിട്ടില്ലേ? രണസുനയുടെ ഗ്യാപ്പ് രണസുന ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനകത്ത് കയറിയപ്പോഴത്തേന് സോഷ്യൽ മീഡിയ ഇപ്പൊ അത്യാവശ്യം ഒന്ന് ആറ് തണുത്ത് കിടക്കുക. വലിയ വൈറൽ കാര്യങ്ങളൊന്നുമില്ല. അതിനിടയ്ക്ക് ചുമ്മാ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി രണ്ടുപേരുടെ കാണിച്ച ചുമ്മാ ഒരു നല്ല അപരാധം നെക്സ്റ്റ് എന്ന് പറയാൻ പഠിക്കുന്നു. വിവാഹമാണോ എന്ന് എനിക്ക് സംശയം ഉണ്ട്. ആക്ച്വലി എനിക്ക് അറിയില്ല. അഭിയുടെ വീട്ടുകാരും കാര്യങ്ങളൊന്നും ഇല്ലേ, അതോ അഭിയുടെ വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാത്തയാണോ? എന്നിരുന്നാലും എന്റെ പൊന്നുമോനെ നീ കാശിന്റെ പിന്നാലെ പോയതാണോ അതോ പ്രസക്തിയുടെ പിന്നാലെ പോയതാണോ? അവൻ നിന്റെ ജീവിതം സെറ്റാക്കാൻ ഇത്രക്ക് കഠിന തീരുമാനം എടുത്ത് നിന്നെ നമിക്കുന്ന മോനെ നമിക്കും.
ഗൈസ് എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഈ ഒരു വിവാഹത്തിന് ശേഷം നമ്മുടെ രണസുനിയെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ എന്താണ് ജാൻമണി കാണിക്കുന്ന ഒരു കൊച്ചു കോപ്രായം കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. സുജീത, ഞാൻ എത്തിയിട്ട് എവിടെയാ, ഞാൻ എത്തി. അപ്പൊ ഇത് കണ്ടിട്ടാണ് എനിക്ക് ജസ്റ്റ് രണസുനിയെ ആക്കാനാണോ ഇവർ ഈ സാധനം കാണിക്കുന്നത് എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. രണസുനിയുടെ പരിപാടിയാണല്ലോ നമ്മൾ ആഴ്ച ഓരോ വെഡിങ്ങിന്റെ സാധനം എടുത്ത് പുറത്തോട്ടിട്ട് എന്റെ കല്യാണം കഴിഞ്ഞുള്ള സാധനം, പിന്നെ പറയും ഞങ്ങൾ ആൽബത്തെ അഭിനയിച്ചാണെന്നുള്ളത്. അത് കാണുമ്പോഴേ നമുക്ക് അറിയാം. എന്നിരുന്നാലും ഈ ഒരു സാധനമൊക്കെ രണസുനിയുടെ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു രണസുനിയെ ചുമ്മാ ട്രോളാനാണോ ഈ പരിപാടിയൊക്കെ ഇവര് കാണിച്ചു കൂട്ടുന്നത് എനിക്ക് അറിയത്തില്ല. മാത്രമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്ന് തണുത്ത് കിടക്കുക, ജസ്റ്റ് നേരെ കയറാൻ വേണ്ടി കാണിച്ച പരിപാടിയാണെന്നും അറിയാൻ മേല. എന്നിരുന്നാലും അതിന്റെ കമന്റ് ബോക്സിൽ വന്നേക്കുന്ന എന്റെ ദൈവമേ, നമുക്ക് കയറിപ്പോലും നോക്കാം അത്രയ്ക്ക് സാധനം. നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ടവർക്ക് അറിയാമെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ ചെന്ന് നോക്കുക ഗൈസ്, ചെന്ന് നോക്കുക. ജാൻമണിയുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ കിടപ്പോൾ 11 മില്യൺ. ഞാനിപ്പോ വീഡിയോ ഇടുന്ന 11 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്, 11 മില്യൺ ഗൈസ്. അപ്പൊ എന്നിരുന്നാലും എനിക്ക് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ട്. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതി. കാരണം ഇതിന്റെ മുന്നേ നമ്മൾ ആധികാരികമായി ചിന്തിച്ചു, അയ്യോ എന്ത് പറ്റി അഭിഷേക്, എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചു നോക്കിയിട്ട് വെറുതെ നമ്മളെ തല ഉണ്ടാക്കണ്ട, നമ്മളെ സമയം കളയണ്ടെന്ന് മാത്രമേ ഇത് പറയാനുള്ളൂ. സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും പല അഭിപ്രായം കാണിക്കും. നമ്മൾ അതിനകത്ത് മാത്രം ജസ്റ്റ് അതിനോട് പ്രതികരണം എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തു എന്ന രീതിയിൽ മാത്രം നിങ്ങൾ ഇതിനെ എടുക്കുക. നിങ്ങൾ ജസ്റ്റ് അത് എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടു എന്ന് മാത്രം എടുക്കുക. കാണുന്നവരുണ്ട്, എനിക്കതെയാണ് പറയാനായിട്ടുള്ളത്. നേരെയാണെങ്കിലും ഒരുപക്ഷെ സത്യമാണെങ്കിലും എന്തിനാ അവർ തന്നെ നമ്മളെ തെളിയിച്ച് കാണിക്കട്ടെ, അല്ലെങ്കിൽ തെളിയിച്ച് നമ്മളെ സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഗൈസ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രത്യേകിച്ച് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ പോകരുത് ഗൈസ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.